ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മ വന്നിരിക്കുകയാണ്. അപ്പം അച്ചമ്മ ഈ ചന്ദ്രയിട്ട് പൊളിച്ചെടുക്കുകയാണ്. അയ്യോ അമ്മ, ഞാൻ അതോ ഉദ്ദേശമല്ല ചോദിച്ചത്. അല്ല അമ്മ, കഴിഞ്ഞ ദിവസം വന്നിട്ടാണല്ലോ പോയത്. അപ്പോൾ എന്താണ് ഇത്ര പെട്ടെന്ന് വന്നതെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള അപ്പം ഞാൻ വരും പോകും, അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾ. അതൊന്നും നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്തൊക്കെയാണ് ചന്ദ്ര ഇവിടെ നടക്കുന്നത്? നീ എന്തെല്ലാമാണ് ഈ കുടുംബത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അച്ചമ്മ തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പേടിച്ചിട്ട് ഈ രേവതിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കുക. നീ എന്തിനാ രേവതി നോക്കുന്നത്? അവളെ നോക്കേണ്ട യാതൊരു കാര്യമില്ല. അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അവൾക്കതിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോഴേക്കും എടുത്ത വൈക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ അത് അച്ചമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്. അപ്പോൾ ചന്ദ്ര ഞെട്ടിപ്പോയി. ചന്ദ്ര സച്ചിയെയും രൂക്ഷമായിട്ട് നോക്കിയാണ്. നീ അങ്ങനെ ആരെയും കണ്ണുമിഴിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. ചന്ദ്രേ, നീ കാണിച്ചത് മഹാബോറായ ഒരു കാര്യമാണ്. ഇതിനെല്ലാം നീ പരിഹാരം ഒപ്പിച്ചേ മതിയാവുള്ളൂ. ചന്ദ്രേ, നീ ആദ്യം പോയി രവിയെ കൂട്ടിക്കൊണ്ട് വാ. രവി എവിടെ? അത് പിന്നെ പുറകുവശത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നോ? നീ രവിയെ കൂട്ടിക്കൊണ്ട് വരാനാണ് പറഞ്ഞത്. പക്ഷെ ചന്ദ്ര പോകാതെ മോന്തേ മുറിപ്പിച്ച് നിൽക്കുകയാണ്. അത് പിന്നെ എന്താ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? രവിയെ കൂട്ടിക്കൊണ്ട് വാ ചന്ദ്രേ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സജ്ജിയാണെങ്കിൽ ഇത് തന്നെയാണ് അച്ഛമ്മ ഞാനും പറഞ്ഞത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുന്നില്ലെന്നേ. വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ഓഹോ, അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വരാം രവിയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ രവിയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ രവിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എടാ രവി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയോ, അമ്മ എപ്പോൾ വന്നമ്മേ? ഞാനെപ്പോഴെങ്കിലും വരട്ടെ. ഇവിടെ എന്താണ് നടക്കുന്നത്? നീയും ചന്ദ്രയും തമ്മിൽ എന്താണ് പ്രശ്നം? നിങ്ങളെന്താ പരസ്പരം മിണ്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മേ, ഇവിടെ ചന്ദ്ര കാണിച്ചു വിടുന്ന കാട്ടായങ്ങളെല്ലാം കണ്ടില്ലേ അമ്മേ? ഇങ്ങനെയായിരുന്നു അവളോട് ഞാൻ എങ്ങനെ മിണ്ടാനാണ് അമ്മേ? അവളുടെ സ്വഭാവം നിനക്കറിയാലോ രവി എന്ന് വിചാരിച്ച് നീ അവളോട് മിണ്ടാതിരിക്കേണ്ട കാര്യമെല്ലാം ഉണ്ടോ? അവൾ നേരത്തെ മുതൽ ഇങ്ങനെ തന്നെയാണ്. അതല്ല, രേവതിയുടെ സ്വർണം പോയി, എന്നിട്ട് രേവതിയുടെ അമ്മയെയും രേവതിയെയും കുറ്റപ്പെടുത്തുന്നു, നിങ്ങളെല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു. അവളപ്പം ആ സമയത്ത് മാന്യത്തി. ഇങ്ങനെയുള്ളവളോട് ഞാൻ ക്ഷമിക്കണോ അമ്മേ? ഞാൻ ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല. മോനെ രവി, ചന്ദ്രയുടെ സ്വഭാവം നീ നേരത്തെ മുതൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് അവളോട് മിണ്ടാതിരിക്കാനായിട്ട് കഴിയില്ല. കാരണം ചന്ദ്രയോട് മിണ്ടണം. പിന്നെ ഇല്ല അമ്മേ, ഞാൻ രേവതിയോട് ചന്ദ്രയോട് മാപ്പ് പറയാനായിട്ട് പറഞ്ഞു, എന്നിട്ട് അവൾക്കത് കഴിയില്ല. അവൾ ചെയ്ത തെറ്റ് അവളത് അംഗീകരിക്കുന്നില്ല. അവൾക്ക് രേവതിയോട് മാപ്പ് പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവളോട് എനിക്ക് മിണ്ടാനായിട്ട് സാധിക്കില്ല അമ്മേ. അവൾക്ക് അഹങ്കാരം കൂടുതലാണ്. കല്യാണം കഴിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങൾ. അത് നിനക്കറിയാലോ. അതുകൊണ്ട് അവളോട് എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് മാറാനായിട്ട് സാധിക്കില്ല. പിന്നെ ചന്ദ്ര രേവതിയോട് മാപ്പ് പറയാൻ പാടില്ല. ചന്ദ്ര രേവതിയോട് മാപ്പ് പറയാൻ പാടില്ലെന്നോ? അമ്മേ, അവളല്ലേ ഇത്രയും കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്. അപ്പോൾ പിന്നെ രേവതി അത്രമാത്രം സങ്കടപ്പെടുത്തില്ലേ? രേവതിയോട് മാപ്പ് പറയണ്ടേ? പറയാതിരുന്നാൽ എങ്ങനെയാ അമ്മേ ശരിയാവുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. അല്ലെങ്കിൽ ചന്ദ്ര രേവതിയെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് നീ അവളോട് മാപ്പ് പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് രേവതിയോട് വൈരാഗ്യം കൂടെയുള്ളൂ. അവൾ ഈ വീട്ടിൽ പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടും. മാപ്പ് പറയാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയിട്ട് പൊരിക്കും. അത് കാണണോ നമ്മൾ? വേണ്ട. ഇത് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ രവി. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഏതായാലും ഈ ചന്ദ്ര രേവതിയോട് മാപ്പ് പറയാൻ പാടില്ല. നീ ഒരു കാര്യം നോക്ക്, നീ ഏതായാലും എൻ്റെ കൂടെ വാ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനത്തോടെ തീർക്കാന്നേ. ഇല്ലമ്മേ, എനിക്ക് അവളെ മുഖത്ത് പോലും നോക്കാൻ തോന്നില്ല. അത്ര കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അവളുടെ മൂത്ത മകന് വേണ്ടി അവൾ എന്ത് തോന്നിയ അവസരം ചെയ്യും. ഇപ്പം തന്നെ കണ്ടില്ലമ്മേ. രവി, ഞാൻ നിന്നെ വിളിച്ചു, നീ ഇങ്ങോട്ട് വന്നണ്ട രവി. ഞാനല്ലേ വിളിച്ചത്, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അച്ചമ്മ. ഇങ്ങനെ ഹാളിലിങ്ങനെ പോയിരിക്കുക നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ സച്ചിയും രേവതിയും ഒക്കെയുണ്ട്. ആ സമയത്ത് അച്ചമ്മ പറയാം, ചന്ദ്രേ, നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഏതായാലും നീ രേവതിയോട് മാപ്പ് പറയണ്ട.
അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ നീ രവിയോട് മാപ്പ് പറയണം. നീ രവിയോടും തെറ്റ് ചെയ്തു. അതുകൊണ്ട് രവിയേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത് മുഴുവനും തെറ്റായിപ്പോയി എന്ന് നീ പറയുക തന്നെ ചെയ്യണം. രവി നിൻ്റെ ഭർത്താവാണ്, ആ കാര്യം കൂടി നീ ചിന്തിക്കണം ചന്ദ്രേ എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് രവിയോട് മാപ്പ് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ചന്ദ്രൻ നേരെ രവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് രവിയേട്ടാ എന്നോട് ക്ഷമിക്കണം രവിയേട്ടാ, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രേ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അതെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണം. ഇവിടെ എല്ലാവരും വരട്ടെ, അതിനുശേഷം എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ മാപ്പ് പറ. ഇത് കേട്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അച്ചമ്മ പറഞ്ഞ ആ കാര്യം വളരെയേറെ ശരിയാണ്, എല്ലാവരും വിളിക്കുക അച്ചമ്മേ. എടാ ഓട്ടക്കാരാ, പൗഡറേട്ടത്തി ഇങ്ങോട്ട് വന്നേ, വർഷേ, ശ്രീകാന്തേ ഇങ്ങോട്ട് വാ, നിങ്ങളെല്ലാവരും വാ എന്ന് പറയുമ്പോൾ എല്ലാവരും വരിക. അപ്പോൾ ഇവ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ ഇത് എപ്പോൾ വന്നു അച്ചമ്മേ? ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കണ്ടേ, അപ്പോൾ വന്നല്ലേ മതിയാവുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അതെ ചന്ദ്രേ, എല്ലാവരും എത്തി. ഇനി നീ രവിയോട് പോയി മാപ്പ് പറ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രവിയുടെ അടുത്ത് എന്ന് പറയുക, ഞാൻ ചെയ്ത് മുഴുവൻ തെറ്റായി പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അടിപൊളി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരുന്ന് കൈ ഇങ്ങനെ അടിച്ചു കൊട്ടുകയാണ്. അച്ചമ്മ വന്നപ്പോൾ എല്ലാം ക്ലിയറായി അച്ചമ്മേ, എൻ്റെ പൊന്നച്ചമ്മയല്ലേ, കണ്ടില്ലേ അവർ രണ്ടൊരു പിണക്കം മാറി. നോക്കിയേ ചന്ദ്രേ, ഇനി ചന്ദ്ര പോയി രവിയുടെ അടുത്ത് പോയിരിക്കുക. അങ്ങനെ രവിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. ചന്ദ്രനെ രവിയെ നോക്കുകയും ചെയ്യാണ്. രവിയാണെങ്കിലോ ഓക്കെ ശരി എന്നും രവിയെ കൊണ്ടും പറയിപ്പിക്കുകയാണ് അച്ചമ്മ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു കാര്യം കണ്ടപ്പോൾ സന്തോഷമായിരിക്കുകയാണ്. അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ അച്ചമ്മ ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ അച്ചമ്മ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എന്താ അച്ചമ്മ മറന്നു പോയതെന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ പറയാം. എടാ സ്തുതി ഇങ്ങോട്ട് വന്നേ. എന്നെയാണോ? ഇങ്ങോട്ട് വാടാ. എന്താ അച്ചമ്മ എന്ത് കാര്യമാണ് ചെയ്യാൻ വേണ്ടി മറന്നുപോയത്? കാണിച്ചു തരാം എന്താ ഞാൻ ചെയ്യാൻ മറന്നുപോയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ ശ്രുതിയുടെ കാരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞു ഒറ്റ അടി. ശ്രുതിയാണെങ്കിൽ ആ സമയത്ത് നാണം കെട്ടുപോയി. ശ്രുതി കാരണത്തും കൈയും വെച്ചുകൊണ്ട് എന്തിനാ അച്ചമ്മ എന്നെ അടിച്ചത്? നിന്നെ അടിച്ചത് എന്തിനാണെന്നോ? എടാ നിനക്ക് ഒരു വിവരവും ഇല്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല, ഒരു കഴിവുമില്ല. നീയൊക്കെ എവിടെ നിന്നുണ്ടായതാടാ? നീ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണോടാ? നീ എങ്ങനെയെങ്കിലും നന്നാവോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയണേ ഒരിക്കലുമില്ല. ഏതായാലും സുധിച്ചേട്ടൻ ഒരിക്കലും നന്നാകാനായിട്ട് പോകുന്നില്ല അച്ചമ്മേ. ഈ ഒരു രീതി തുടരുക തന്നെ ചെയ്യും. അയാൾക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷേ സ്വഭാവം നന്നാകാനായിട്ട് പോകുന്നില്ല അച്ചമ്മേ എന്നിങ്ങനെ സംസാരിക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ സുധി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ തെറ്റ് മുഴുവനും ചെയ്ത് കൂട്ടിയിട്ട് എല്ലാ തെറ്റുകളും രേവതിയുടെ തലയിൽ വെക്കാമെന്നും നീ കരുതിയല്ലേ? നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മേ അത് പിന്നെ നീ ഇനി ഒന്നും പറയണ്ട, നിനക്കുള്ള പണി ഞാൻ വേറെയും തരുന്നുണ്ട്. പിന്നെ വേറെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ രവിക്കും പൈസ കൊടുക്കാനുണ്ട്, സച്ചിക്കും പൈസ കൊടുക്കാനുണ്ട്. ഇത് കിട്ടുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ എനിക്കും പൈസ തരാനുണ്ട്, അച്ഛൻ്റെയും പൈസ തരാനുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അച്ഛൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി, ഇന്ന് കൊടുക്കും, നാളെ കൊടുക്കും, കുറച്ച് കൊടുക്കും, കൂടുതൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അച്ഛമ്മേ. ഇവന് ഇത് എങ്ങനെയെങ്കിലും കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ്. സച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. സുധി, നീ ആ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. നിനക്കിപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ടല്ലോ. നീ മാസം 50,000 രൂപ വെച്ച് നീ രവിക്ക് കൊടുത്തേ മതിയാവുള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മേ 50,000 രൂപയോ മാസം കൊടുക്കാനോ? അച്ഛമ്മേ അത്രയ്ക്കും വരുമാനമൊന്നും ഇല്ല അച്ഛമ്മേ എന്ന് പറയാം. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നീ രവിയുടെയും പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയവനല്ലേ? അപ്പോൾ പിന്നെ ആ പൈസ എന്താ ഞങ്ങൾ കൊടുക്കണോ? നീ ആ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഈ ശ്രുതിയെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അത് കണ്ട സച്ചിയാണെങ്കിൽ നീ എന്തിനാ അവളെ നോക്കുന്നത്? എടാ നീ സ്വർണവും പണവും ഒക്കെ കട്ടുകൊണ്ട് പോയപ്പോൾ നീ അവളോട് അനുവാദം ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ, നിൻ്റെ തന്നിഷ്ടത്തിനല്ല നീ ചെയ്തത്. അപ്പോൾ ഈ പൈസ നീ വെച്ചേ മതിയാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ പൈസ തരാൻ പറ്റില്ല. തരാൻ പറ്റണം.
അല്ലെങ്കിലുണ്ടല്ലോ എന്ന് അച്ചമ്മ ഭയങ്കര കഠിന വാശി പിടിക്കുകയാണ്. ഏതായാലും 50,000 രൂപ നീ മാസം മാസം രവിക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ രവിയും അതെ അതെ ഇനി കാത്തിരിക്കാനായിട്ട് പറ്റില്ല, ഇന്ന് തരും നാളെ തരും എന്നൊക്കെ വിചാരിച്ചിരുന്ന എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ലല്ലോ നീ, അതുകൊണ്ട് മാസം മാസം 50,000 രൂപ തരണം അമ്മ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ സുധി ആകെ വിഷമിച്ച് നിൽക്കുക. അപ്പോഴേക്കും ചന്ദ്ര ഏതായാലും പറഞ്ഞത് കേട്ടല്ലോ, ഇനിയൊരു വഴക്ക് വേണ്ട, നീ 50,000 രൂപ മാസം മാസം വെച്ച് കൊടുത്തേര് എന്നും ചന്ദ്രയും പറയുകയാണ്. അപ്പോഴേക്കും സുധി ആകെ വിഷമിച്ച് ശരി മാസം മാസം 50,000 രൂപ ഞാൻ തന്നേക്കാം, ഇനി അതിലൊരു തർക്കവും ഇല്ല എന്നും പറയുകയാണ് നമ്മുടെ സുധി. ശരി ഇപ്പം എല്ലാം സോൾവ് ആയല്ലോ, 50,000 രൂപ വെച്ച് നീ മാസം കൊടുത്തില്ലെങ്കിൽ നീ ശരിക്കും എൻ്റെ സ്വഭാവം അറിയും, പിന്നെ മോനെ നീ ഏറിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ സച്ചിയും അച്ചമ്മയും രവിയും ഒക്കെ ചേർന്ന് പറയുകയാണ്. ഇനി എല്ലാം സോൾവ് ആയല്ലോ, പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീർന്നു, ഇനി ഒരു പ്രശ്നത്തിന് വഴി ഒരുക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞ അങ്ങനെ സുധിയും അതേപോലെ തന്നെ സുധിയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ അയ്യോ ദൈവമേ ഞാൻ ഈ 50,000 രൂപ എങ്ങനെ കൊടുക്കും, ഇതിങ്ങനെ കൊടുത്താൽ മതിയാവില്ലല്ലോ, പക്ഷേ അങ്ങനെ നമുക്ക് പൈസ ചിലവാക്കാനായിട്ട് കഴിയില്ലല്ലോ ശ്രുതി, എന്ത് ചെയ്യാനാണ്, എല്ലാം വരുത്തി വെച്ചല്ലേ ഞാൻ അനുഭവിച്ചോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അങ്കിളുടെ പണത്തിൽ സുധിക്കും കൂടി അവകാശമുണ്ട്, ആ അവകാശങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി. ശ്രുതി നീ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്, അച്ഛൻ്റെ പൈസയിൽ എനിക്കും അവകാശമുണ്ടല്ലോ, അത് ഞാൻ ഇപ്പം തന്നെ പോയി പറയട്ടെ, അവിടെ നിൽക്ക്, ഇപ്പം തന്നെ പോയി പറയണ്ട, പൈസ കൊടുക്കാനാവൂലേ ആ സമയത്ത് പറഞ്ഞാൽ മതി. അത് ശരിയാണ്, അല്ലെങ്കിലും ദൈവമേ ഞാൻ ഈ 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, കൊടുത്തേ മതിയാവുള്ളൂ, അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് കഥ കിടക്കുകയാണ്. എടാ നീ കാരണം ഇതെല്ലാം സംഭവിച്ചു, നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ തെറ്റ് ചെയ്തത്, അവിടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി കണ്ടില്ലേ, ഞാൻ രവിയേട്ടനോട് മാപ്പ് പറയേണ്ടി വന്നില്ലേ. ആൻറ്റി അത് സാരമില്ല, ഏതായാലും അങ്കിളോട് ആൻറ്റിക്ക് മാപ്പ് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലോ, ആൻറ്റിക്ക് അങ്കിൾ ഒരുപാട് മിസ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴേക്കും രവിയേട്ടൻ എന്നോട് മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നിയായിരുന്നു, പക്ഷേ രവിയേട്ടൻ എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അമ്മ പറഞ്ഞതുകൊണ്ട് എന്നോട് രവിയേട്ടൻ മിണ്ടി, അത്രേ ഉള്ളൂ. ഏതായാലും 50,000 രൂപ നീ കൊടുത്തേക്കണോട്ടോടാ, എടാ നീ മൊത്തം പൈസ കൊടുത്തേക്കടാ. എടാ ശ്രുതി ഒരു കാര്യം ചെയ്, അച്ഛനോട് പറഞ്ഞിട്ട് ശ്രുതി എല്ലാ പൈസയും അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് കൊടുക്ക്, എത്രയും പെട്ടെന്ന് ആ ഒരു ബാധ്യത അങ്ങോട്ട് തീരട്ടെ, പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി ആകെ ഞെട്ടി വിറച്ചൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത്. നമസ്കാരം. താങ്ക് യു. ബൈ.